കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ പൈത്തൺ, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ മെയിൻ പാർട്ടായ കോഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, സോ കോഡിങ്ങിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇൻട്രൊഡക്ഷൻ്റെ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതൊരു ലാംഗ്വേജ് എടുത്താലും അത് പാലിക്കേണ്ട കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അതുപോലെ നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും അങ്ങനെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഇൻട്രൊഡക്ഷൻ ടു പൈത്തൺ സിൻടാക്സ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് പൈത്തൺ സിൻടാക്സ് എന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നോക്കാം. Python syntax refers to the set of rules that defines how Python code must be written and structured so the computer can understand and execute it. Just like grammar rules in a language, Python has its own grammar that governs how to write instructions. These rules make Python readable and easy to learn. അപ്പോൾ ഞാൻ തുടക്കത്തിൽ നമ്മുടെ സെഷനിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഏതൊരു ലാംഗ്വേജ് എടുത്താലും അതിപ്പോൾ ഹ്യൂമൻ ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, ഈ ലാംഗ്വേജസിലെല്ലാം നമ്മൾ എന്താ പറയുക, ആ ഒരു എഴുതുന്ന രീതിയായാലും പറയുന്ന രീതിയായാലും അത് ഫോളോ ചെയ്യേണ്ട ഒരു കറക്റ്റ് ഓർഡർ ഉണ്ട്. ഇപ്പൊ നമ്മൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ സംഭവങ്ങളെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് പ്ലേസ് ആയിട്ട് വന്നാൽ മാത്രമേ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ക്രിയേറ്റ് ആവും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കേസിലും കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഈ സിൻടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും അതുപോലെ കുറച്ച് റൂൾസ് ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് എറർ ഇല്ലാത്ത കോഡ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പൈത്തൺ സിൻടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു പൈത്തന്റെ കോഡ് എഴുതേണ്ടത്, കറക്റ്റ് ആ ഫോളോ ചെയ്യേണ്ട രീതിയൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആണ് ഈ പൈത്തൺ സിൻടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ പൈത്തണിനും ഏതൊരു ലാംഗ്വേജ് എടുത്താലും അതിലൊരു ഗ്രാമർ റൂൾസ് ഉണ്ട്. അതുപോലെ നമ്മുടെ പൈത്തണിനും അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഗ്രാമർ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താലേ നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കോഡ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ പൈത്തൺ is known for its clean, simple and readable syntax, which makes it an excellent choice for beginners and professionals alike. Unlike some other programming languages, Python emphasizes code readability and minimalist structure. അപ്പോൾ പൈത്തൺ ആക്ച്വലി ഇത്രയും പോപ്പുലർ ആവാൻ വൺ ഓഫ് ദി റീസൺസ് ആണ് അതിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി. ഓക്കെ, അതായത് ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നതിന്റെ ഒരു കോഡ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു കമ്പാരിസൺ ആണ് C++ന്റെയും പൈത്തന്റെയും വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആ C++ന് ജസ്റ്റ് ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട് സിൻടാക്സ്, ആ ഒരു ഡിഫറൻസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു 4 to 5 ലൈൻസ് ഓഫ് കോഡ് ആക്ച്വലി C++ന് ഉണ്ടായിരുന്നു. പക്ഷെ ആ സെയിം സാധനം നമ്മുടെ പൈത്തണിലോട്ട് വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു 1 ലൈനിൽ കാര്യം കഴിഞ്ഞു. ഓക്കെ, സോ അത്രയും സിമ്പിൾ ആണ് നമ്മുടെ പൈത്തന്റെ സിൻടാക്സ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനായാലും പ്രൊഫഷണൽസിനായാലും ഒരുപോലെ ഒരു എക്സലന്റ് ചോയ്സ് ആണ് നമ്മുടെ പൈത്തൺ കേട്ടോ. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഈ സിൻടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഒരു പൈത്തൺ കോഡ് എഴുതേണ്ടത് എന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആണ് ഈ പൈത്തൺ സിൻടാക്സ്. ഓക്കെ, സോ മെയിൻ എലമെന്റ്സ് ഓഫ് പൈത്തൺ സിൻടാക്സ്. അപ്പോൾ ഈ സിൻടാക്സിൽ ഫോളോ ചെയ്തിരിക്കേണ്ട, നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, എലമെന്റ്സ് നമുക്ക് നോക്കാം. ലൈൻ സ്ട്രക്ചർ, കമന്റ്സ്, ഇൻഡന്റേഷൻ, കീവേഡ്സ്, വേരിയബിൾസ്, ഡേറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ പൈത്തൺ സിൻടാക്സിലെ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് എലമെന്റ്സ്. അപ്പോൾ ഇത് ഓരോന്ന് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം.